ബോണസ് ജോഡി ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. ഈ ടാസ്ക് അവസാനിച്ചപ്പോൾ നെക്സ്റ്റ് ടീം, അതായത് ജാസ്മിൻ, അർജുൻ, അഭിഷേക്, ഇവരുടെ ടീം, ഋഷിയുടെ ടീം തന്നെയാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. 21 പോയിന്റ്സ് അവർക്ക് കിട്ടി. ഇനി അവർക്ക് അടുത്തൊരു ടാസ്ക് കളിച്ചാൽ പോലും ബാക്കിയുള്ള ടീമിന്, ടണൽ ടീമിന് ഇവരെ നേരിട്ട് തോൽപ്പിക്കാൻ പറ്റത്തില്ല. ആ രീതിയിൽ നെക്സ്റ്റ് മുന്നേറി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ട് ബിഗ് ബോസ് ഗെയിം നിർത്തുന്നില്ല, ഗെയിം അവസാനിപ്പിക്കുന്നില്ല? നെക്സ്റ്റ് ടീം തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. അവരെ ജയിച്ചെന്ന രീതിയിൽ പ്രഖ്യാപിച്ചൂടെ? എന്താണ് സംഭവം നടക്കാൻ പോകുന്നത്? ആരാണ് ഈ ടാസ്ക് നന്നായിട്ട് കളിച്ചത്? ഈ ടാസ്കിൽ ഭാഗ്യമാണോ, ടെക്നിക്കാണോ, എന്താണ് സംഭവം? എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ബോണസ് ജോഡി എന്ന് പറഞ്ഞ ടാസ്ക്കാണ്. ഈ ടാസ്കിൽ ഡെൻ ടീമാണ്, ജിൻഡോയുടെ ടീമാണ് വിജയിച്ചു നിന്നത്. പക്ഷേ ജിൻഡോയുടെ ടീം ഒരിടത്തും എത്താൻ പോണില്ല. 15 മാർക്കേ ഉള്ളൂ. ലാസ്റ്റത്തെ 12 പോയിന്റ് പ്ലസ് 3 പോയിന്റും കൂടെ കൂട്ടിയപ്പോൾ 15 പോയിന്റ്. പക്ഷേ ഇവിടെ നെക്സ്റ്റ് ടീം രണ്ടാമത് വന്നു, ജാസ്മിൻ്റെ ടീം. 19 പോയിന്റിൻ്റെ കൂടെ 2 പോയിന്റും കൂടെ ചേർത്ത് 21 പോയിന്റ് വന്നിരിക്കുകയാണ്. ടണൽ ടീം തൊട്ട് താഴെയല്ല, 15 പോയിന്റ് ഒന്നും കൂടെ ചേർത്ത് 16 പോയിന്റ്സ് ഉണ്ട്. ഇനി അടുത്തൊരു മത്സരം നടത്തിയാൽ പോലും 3 പോയിന്റ് കിട്ടിയാൽ പോലും 21ൻ്റെ അടുത്തെത്തത്തില്ല. അപ്പോൾ എന്തുകൊണ്ട് ബിഗ് ബോസ് ഡിക്ലെയർ ചെയ്യുന്നില്ല ടിക്കറ്റ് ഫിനാലെ ബോണസ് ഈ ടീമിന്? ചിലപ്പോൾ ഡിക്ലെയർ ചെയ്യുമായിരിക്കും കേട്ടോ. ചിലപ്പോൾ ഇനി ഒരു മത്സരം കൂടി ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ ഇനി ഒരു മത്സരം ഉണ്ടായെങ്കിൽ തന്നെ അവർക്ക് പോയിന്റ്സ് കൂട്ടി 10 പോയിന്റോ 15 പോയിന്റോ ഒക്കെ ആയിരിക്കും ചിലപ്പം കൊടുക്കുക. ഒറ്റയടിക്ക് ചിലപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കൊടുക്കും. അല്ലെങ്കിൽ സിംഗിൾ പോയിന്റ്സ് കിട്ടുന്ന എന്തെങ്കിലും ടാസ്ക് കൊടുക്കുമായിരിക്കും. അല്ലെങ്കിൽ ബിഗ് ബോസ് നെക്സ്റ്റിനെ ഡിക്ലെയർ ചെയ്യും. ഇപ്പോൾ അവിടെ ചർച്ച നടക്കുന്നത് നെക്സ്റ്റിൽ എങ്ങനെയായിരിക്കും. ഇപ്പോൾ ഇവർക്ക് ഗെയിമൊന്നുമില്ല. ഈ ബിഗ് ബോസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവരാരും മൈൻഡ് ഗെയിം കളിക്കണില്ല. ഇവർ അവിടെ ഇരുന്ന് വർത്താനമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പ്രത്യേകിച്ച് സായി സിജോയും. അയ്യോ, തിങ്കളാഴ്ച ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? ഇതുവരെ ഇങ്ങനെ ബിഗ് ബോസിൽ നടന്നിട്ടേ ഇല്ല കേട്ടോ. സത്യമായിട്ടും ഞാൻ വിചാരിച്ച സീസൺ 5 ഇങ്ങനെ കൂടിയിരുന്നിട്ടുള്ള ഗെയിം നടപടി നടക്കുന്നത്. പക്ഷേ ഇത് അതിനെ കടത്തി വെട്ടി ഒന്നിച്ചിരുന്നുകൊണ്ട് സാറ്റർഡേ ലാലേട്ടൻ വരുമ്പോൾ എന്തൊക്കെയായിരിക്കും പറയുന്നത്? എന്താണ് ഇത്? നമുക്കിതൊന്നും കേൾക്കണ്ട. നിങ്ങളുടെ ഗെയിമും പ്ലാനിങ്ങും നമുക്ക് കേൾക്കണ്ട. എന്താണ് കാണിക്കുന്നത്? കളി കുളവാക്കുകയാണ് മൊത്തം. അവിടെ ഇരുന്നുകൊണ്ട് അടുത്ത് നടക്കാൻ പോണ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. മിക്കവാറും ഇത് അപ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട് ഒരാൾക്കായിരിക്കും കൊടുക്കുന്നതെന്നുള്ളത്. മിക്കവാറും ഒരാൾക്ക് കൊടുക്കും, നെക്സ്റ്റിലെ ഒരാൾക്ക് കിട്ടും. അല്ലെങ്കിൽ അപ്പം നോറ പറയുന്ന എല്ലാവർക്കും വീതിച്ച് കൊടുക്കും. സത്യം പറഞ്ഞാൽ ഇത് ടാസ്കുകളാണ്. ഈ ടാസ്കുകൾ ഗെയിമിനെ, ഇവരുടെ മൈൻഡ് ഗെയിമിനെ എഫക്റ്റ് ചെയ്യും. പക്ഷേ അവർക്ക് മൈൻഡ് ഗെയിമോ ഒന്നും ഇല്ല. അവർക്ക് ടാസ്ക് കളിച്ച് അവർക്ക് ജയിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളൂ. വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ടോപ്പ് 5 ഡിസൈഡിങ് വോട്ടിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതും കുളവാക്കും. ടോപ്പ് 5 കിട്ടുന്നില്ല, നമുക്കിപ്പോഴും കിട്ടുന്നില്ല. കാര്യം ആരും കളിക്കുന്നില്ല. അതാണ് സംഭവം. ഭയങ്കര കഷ്ടം തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ടാസ്കിനെ കുറിച്ച് പറയാം. ബോണസ് ജോഡി ടാസ്ക്കാണ്. ടാസ്ക് നന്നായിട്ട് ഇവർ കളിക്കുന്നുണ്ട്, പക്ഷേ ഇവർക്ക് ഗെയിം ഇല്ല. അതാ പ്രശ്നം. ഇന്ന് അവസാന ദിവസമാണെന്ന് പറയുന്നു. നെക്സ്റ്റാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. 2 ടാസ്ക് ഇനിയും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇന്നും ഇനി അടുത്തൊരു ടാസ്കും കൂടിയുണ്ട്. ഓർമ്മശക്തി ആണ് ഇതിനകത്ത് നോക്കുന്നത്. ഓരോ ടീമിൽ നിന്നും ഒരാളാണ്. ഗാർഡനിൽ കുറേ കാർഡുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. ആ കാർഡ് നമ്മുടെ ഗെയിം, നമ്മൾ പലരും മൊബൈലിൽ ഗെയിം കളിക്കുമല്ലോ, മെമ്മറി ഗെയിം. അതിനകത്ത് ഇങ്ങനെ ഓരോ തുറക്കും, ഇത് തുറക്കും, മാച്ചല്ല, അപ്പോൾ അതടയും. അടുത്തിങ്ങനെ തുറക്കും, മാച്ചാണ്, അതിങ്ങനെ പോയിന്റ് കിട്ടും. അടുത്തത് മാച്ചാണ്. ഇത് ഓർത്ത് വെച്ചിട്ട് നമ്മൾ എടുക്കും. ഇതാണ് സംഭവം അല്ലേ? എളുപ്പമാണ്. ഇതിനകത്ത് നന്നായിട്ട് അവർ കളിച്ചിട്ടുണ്ട്. ഒന്നാമത് കളിച്ചെന്ന് പറഞ്ഞാൽ നോറ, ഇവിടെ ഇതിൻ്റെ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. നോറ, നന്ദന, അപ്സര, ജാസ്മിനാണ്. നോറ ഇവിടെ എല്ലാം തുറന്നു വെച്ച് കൊടുത്തു, അവർക്ക് കാണിച്ചു കൊടുത്തു ക്ലൂ. നന്ദനയ്ക്ക് അതുകൊണ്ട് തന്നെ പോയിന്റ്സ് കൂടുതൽ കിട്ടി. അത് കഴിഞ്ഞ് അപ്സരയ്ക്ക് അവിടെ പോയിന്റ്സ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. കാര്യം നന്ദന എല്ലാം തുറന്നു കഴിഞ്ഞു. അടുത്ത പോയിന്റ്സ് അപ്സര തുറന്നു കൊടുക്കും. അതിപ്പോൾ ജാസ്മിനാണ് ഫേവർ. അപ്പോൾ ഇവിടെ നന്ദനയ്ക്കും ജാസ്മിനുമാണ് ഈ പൊസിഷൻ അനുസരിച്ച്. കാര്യം രണ്ടാമത് നിൽക്കുന്ന നന്ദനയാണ്, 4ാമത് നിൽക്കുന്നത് ജാസ്മിനാണ്. ആ പൊസിഷൻ അനുസരിച്ച് അവർക്ക് ലക്ക് ഫാക്ടറും കൂടി കിട്ടി. മനസ്സിലായോ? അത് ഇതിനെ സ്വാധീനിച്ചു. അതായത് ഇവർക്ക് 2 പോയിന്റ്സ് കിട്ടാനുള്ള കാരണം അതാണ്. നോറയൊക്കെ തുറന്ന് കാണിച്ചു കൊടുത്തു, അത് നന്ദന എടുത്തു. നന്ദന അത് ക്ലോസ് ചെയ്തു. അപ്സര അടുത്ത് തുറന്ന് കാണിച്ചു, ജാസ്മിന് കിട്ടി. പിന്നെ സമയം നീട്ടി. ജാസ്മിൻ അവിടെ നിന്ന് സമയം നീട്ടി. അതുപോലെ നോറയ്ക്ക് പിന്നെ മനസ്സിലായി ഞാനാണ് തുറന്ന് കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നോറ ഓൾറെഡി തുറന്നത് തന്നെ കാണിച്ചു കൊടുത്തു. അത് നല്ലൊരു ഗ്രേറ്റ് മൂവായിരുന്നു, ബ്രില്യൻ മൂവായിരുന്നു. സമയം നീട്ടിയതും ബ്രില്യൻ മൂവായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഓരോരുത്തർ ഹിൻ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. നീലത്തീ എന്നൊക്കെ പറഞ്ഞ് ഹിൻ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു സിജോയൊക്കെ. അപ്പോൾ ടാസ്ക് മനസ്സിലായല്ലോ. നെക്സ്റ്റിൽ നിന്ന് ജാസ്മിൻ,
പീപ്പിളിൽ നിന്ന് നോറ, ഡെന്നിൽ നിന്ന് നന്ദന, ടണലിൽ നിന്ന് അപ്സര. അഭിഷേക് ഇവിടെ ബോർഡിൽ എഴുതാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആദ്യം തന്നെ നോറ പോയി. സ്വാഭാവികം ആദ്യം പോയ ആൾക്ക് കിട്ടത്തില്ല, ലക്കുണ്ടെങ്കിലേ കിട്ടുകയുള്ളൂ, കിട്ടിയില്ല. നന്ദന പോയി കിട്ടിയില്ല, അപ്സര പോയി കിട്ടിയില്ല. ഇനി ചാൻസുകളുണ്ട് കിട്ടാൻ. ജാസ്മിൻ പോയി കിട്ടിയില്ല, നോറ പോയി കിട്ടിയില്ല. പക്ഷെ ഇനി നന്ദനയ്ക്ക് ചാൻസ് കൂടെയാണ്. നന്ദന പോയി കിട്ടി, രണ്ടാമത്തെ ചാൻസ് കിട്ടിയില്ല. അപ്സര പോയി കിട്ടി, രണ്ടാമത്തെ ചാൻസ് കിട്ടിയില്ല. അപ്പോൾ ഇനി ചാൻസ് ഏറ്റവും കൂടുതലുള്ള ജാസ്മിനാണ്. ഇത് പ്രോബബിലിറ്റിയാണ്, ഏറ്റവും കൂടുതൽ ചാൻസ് ജാസ്മിന് കിട്ടും. അതുപോലെ തന്നെ കിട്ടി 2 എണ്ണം അടുപ്പിച്ച്. നോറ പോയി 2 എണ്ണം അടുപ്പിച്ച് കിട്ടിയാൽ പിന്നെ കിട്ടുമോ? ഇല്ല, കിട്ടിയില്ല. നന്ദനയ്ക്ക് കിട്ടാൻ ചാൻസ് കിടക്കുകയാണ്. നോറ കാണിച്ചു കൊടുത്തു, നന്ദനയ്ക്ക് കിട്ടും 2 എണ്ണം കിട്ടി. നന്ദനയ്ക്ക് 2 എണ്ണം കിട്ടിയ സ്ഥിതിക്ക് അപ്സരയ്ക്ക് കിട്ടാനുള്ള ചാൻസ് ഇല്ല, അപ്സരയ്ക്ക് കിട്ടിയില്ല. ജാസ്മിന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം അപ്സര 2 എണ്ണം കാണിച്ചു കൊടുത്തു, അങ്ങനെ ജാസ്മിന് കിട്ടി. ജാസ്മിന് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾക്ക് കിട്ടുമോ? ഇല്ല, നോറയ്ക്ക് കിട്ടിയില്ല. കാര്യം മനസ്സിലായ? പൊസിഷൻ അനുസരിച്ച് ലക്ക് ഫാക്ടറും കുറയും, ചാൻസും കുറയും. നോറ കിട്ടിയില്ല, നോറയ്ക്ക് കിട്ടാത്തത് കൊണ്ട് അടുത്ത ആൾക്ക് കിട്ടും. കാര്യം നോറ 2 എണ്ണം പൊതിഞ്ഞ് കാണിച്ചു കൊടുത്തു, നന്ദനയ്ക്ക് കിട്ടി. നന്ദനയ്ക്ക് കിട്ടിയത് കൊണ്ട് ഇനി അപ്സരയ്ക്ക് കിട്ടത്തില്ല, കിട്ടിയില്ല. അതേപോലെ തന്നെ ജാസ്മിനും കിട്ടിയില്ല. ജാസ്മിന് കിട്ടാത്തത് കൊണ്ട് തന്നെ അടുത്ത ആൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം ജാസ്മിൻ തുറന്ന് കാണിച്ചു കൊടുത്തു, നോറയ്ക്ക് കിട്ടി. നോറ അവിടെ വേറൊരു മൂവ് കളിച്ചു, നോറ ഓൾറെഡി തുറന്ന് കാണിച്ചു. നന്ദനയ്ക്ക് കിട്ടി, 2 എണ്ണം കിട്ടി. അപ്സരയ്ക്കും ലക്കും ഉണ്ട്, 2 എണ്ണം കിട്ടി. 1 എണ്ണം കിട്ടി, 1 എണ്ണം ലക്കും ഉണ്ട്. ജാസ്മിനും കിട്ടി. അങ്ങനെ ബിഗ് ബോസ് ബസറടിക്കുകയാണ്. സമയം കുറേ കളഞ്ഞു ബിഗ് ബോസ്. സമയം കുറേ ബിഗ് ബോസ് അല്ല, ജാസ്മിൻ കുറേ കളഞ്ഞു. അത് മനഃപൂർവ്വമാണ്. കാര്യം ജാസ്മിൻ ഇനി തുറന്നു കൊടുത്താൽ അടുത്ത ആൾക്ക് കിട്ടും. അങ്ങനെ പോയിന്റ് നെസ്റ്റിൽ നിന്ന് ടണലിന് കിട്ടും. അങ്ങനെ ജാസ്മിൻ അവിടെ ബുദ്ധിപരമായിട്ട് കളിച്ചു. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിരിക്കുന്നത് ഡെന്നിനാണ്, 6 പോയിന്റ്. രണ്ടാമത്തത് നെസ്റ്റിന് 4 പോയിന്റ്. മൂന്നാമത് ടണലിന് 3 പോയിന്റ്. പീപ്പിൾസിന് 1. അപ്പോൾ ഇവിടെ നോറയാണ് ഏറ്റവും കൂടുതൽ തുറന്ന് കാണിച്ചു കൊടുത്തത്. നോറയ്ക്ക് തന്നെ മനസ്സിലായി, ലക്ക് മാത്രമല്ല അവരുടെ ചാൻസും കൂടിയുണ്ട്. രണ്ടാമത് നിൽക്കുന്ന ആൾക്കും 4ാമത് നിൽക്കുന്ന ആൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ 1ാമത്തെ പൊസിഷനിൽ ഇപ്പോൾ നിൽക്കുന്നത് നെസ്റ്റാണ്. 21 പോയിന്റ്. രണ്ടാമത്തെ പൊസിഷൻ 16 പോയിന്റ് ടണല്. മൂന്നാമത്തത് 15 പോയിന്റ് ഡെന്ന്. അവസാനം 7 പോയിന്റോടുകൂടി പീപ്പിള്. ഇനി അടുത്തൊരു മത്സരം നടത്തിയാൽ പോലും അവർ കയറത്തില്ല, ടണല് കയറത്തില്ല. 16 പോയിന്റാണ്. 3 പോയിന്റും കൂടെ കിട്ടിയാൽ എന്ത് കയറാൻ പോണ്? 21 പോയിന്റിനെ ക്രോസ് ചെയ്യില്ല. പക്ഷേ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. ഒന്നെങ്കിൽ ഇവർക്ക് ഇനി അടുത്ത് കുറേ പോയിന്റ്സ് കിട്ടാനുള്ള ടാസ്കുകൾ വരും, അടുത്ത ടാസ്ക് അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അവർ മ്യൂച്വലായിട്ട് ഈ ഗെയിം അവസാനിപ്പിക്കും. എന്തായാലും കാത്തിരുന്ന് കാണാം. ഇപ്പം അവരോട് ഡിസ്കഷനാണ്. അയ്യോ, ഡിസ്കഷൻ എൻ്റെ പൊന്നോ, ഡിസ്കഷൻ മാത്രമേ ഉള്ളൂ, ഗെയിമില്ല, മൈൻഡ് ഗെയിമില്ല. ഡിസ്കഷൻ എൻ്റെ പൊന്ന്. എങ്ങനെ അടുത്ത ലാലേട്ടൻ വരുമ്പോൾ എന്തായിരിക്കും, ലാലേട്ടൻ എന്തൊക്കെ ചോദിക്കും? ഇതൊക്കെ ഇരുന്ന് നമുക്ക് പുറത്തിരുന്ന് പറഞ്ഞാൽ പോരെ? പക്ഷെ എന്ത് കഷ്ടം തന്നെ കേട്ടോ, ഭയങ്കര കഷ്ടം. കളി മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുക, മൊത്തം. അപ്പോൾ എന്തായിരുന്നാലും അടുത്ത കളിക്കുന്നില്ല ആരും. അവർ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, ബാക്കിയുള്ളവർക്ക് കളിച്ചുകൂടെ? ബാക്കിയുള്ളവർക്ക് കളിക്കാമല്ലോ, അവരും കളിക്കുന്നില്ല. ഇതെന്താ, വോട്ട് കിട്ടില്ല. അതാണ് പറഞ്ഞത്, വോട്ട് കിട്ടുന്ന സമയമാണിത്. ആൾക്കാർ, പ്രേക്ഷകർ ഇങ്ങനെ ഇരിക്കുകയാണ്, ആരാണ് കളിക്കുന്നത് തപ്പിക്കൊണ്ട്. പ്രേക്ഷകർ ഇപ്പോൾ ഒരു വിന്നറിനെ കിട്ടിയിട്ടില്ല, അറിയാമോ നിങ്ങൾക്ക്? വിന്നറില്ല, തപ്പിക്കൊണ്ടിരിക്കുക. അതും പോയി കിട്ടി. മറ്റേ വോട്ടുകളൊക്കെ സ്പ്ലിറ്റ് ആവും, എല്ലാ വോട്ടുകളും സ്പ്ലിറ്റ് ആവാൻ പോവുകയാണ്. നോക്കിക്കോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.